പഴയ നിയമത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്ത ക്രിസ്തുവിന്റെ ശക്തമായൊരു നിഴലിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ആ നിഴലിന്റെ പേര് മെൽക്കീസദേക്ക് എന്നതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാമത്തെ അധ്യായം. യുദ്ധം ചെയ്ത് ലോത്തിനെ വീണ്ടെടുത്ത് ക്ഷീണിച്ച് അവശനായി വരുന്ന അബ്രാഹത്തെയും അവന്റെ കൂട്ടാളികളെയും എതിരേൽക്കാൻ സാലേം രാജാവായ മെൽക്കീസദേക്ക് അപ്പവും വീഞ്ഞുമായി അബ്രാഹത്തിന് നേരെ വരും. ഈ മെൽക്കീസദേക്കിന് രണ്ട് വിശേഷണങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുന്നത്. ഒന്നാമത്തെ വിശേഷണം, അവൻ സാലേമിന്റെ രാജാവാണ്. രണ്ടാമത്തെ വിശേഷണം, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രത്യേകത, ഉൽപ്പത്തി പുസ്തകത്തിലെ എല്ലാ പ്രധാന കഥാപാത്രങ്ങൾക്കും ഒരു വംശാവലി കൃത്യമായി രേഖപ്പെടുത്താൻ ഉൽപ്പത്തി ഗ്രന്ഥകാരൻ പരിശ്രമിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ വന്നവനും നിന്നവനും പോയവനുമെല്ലാം വംശാവലിയുണ്ട്. എന്നാൽ ഉൽപ്പത്തി ഗ്രന്ഥകാരൻ മെൽക്കീസദേക്കിന്റെ വംശാവലിയെ പറ്റി നിശബ്ദനാണ്. എന്തുകൊണ്ട് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ മെൽക്കീസദേക്കിന്റെ വംശാവലി അത് രഹസ്യമാക്കി വെച്ചു? കാരണം ക്രിസ്തുവിന്റെ നിഴലാണ് മെൽക്കീസദേക്ക്. മെൽക്കീസദേക്കിന്റെ വംശാവലിയെ പറ്റിയുള്ള ഉൽപ്പത്തി ഗ്രന്ഥകാരന്റെ നിശബ്ദത പിന്നീട് ഒത്തിരി ഊഹാപോഹങ്ങൾക്കും ഭാവനാ സൃഷ്ടികൾക്കും വളമായിട്ട് മാറി. പ്രത്യേകിച്ച് രണ്ടാം ജെറുസലേം ദേവാലയ നിർമ്മാണത്തിന് ശേഷം രൂപമെടുത്ത സാഹിത്യ കൃതികളിലെല്ലാം ഈ മെൽക്കീസദേക്കിനെ ഒരു സ്വർഗീയ മനുഷ്യനായി വ്യാഖ്യാനിക്കുന്നുണ്ട്, മികാൽ മാലാഖിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അബ്രാഹത്തിന്റെ വംശ പരമ്പരയിൽ പിന്നീട് ജനിക്കാനിരുന്ന രക്ഷകൻ അഥവാ മിശിഹായി ആയിട്ട് പോലും ഈ മെൽക്കീസദേക്കിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. മെൽക്കീസദേക്കിനെ ചുറ്റിപ്പറ്റിയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ നിശബ്ദതയും നിഗൂഢതയും ധ്യാനിച്ച ദാവീദ് രാജാവ് 110-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പ്രവചിച്ചു: മിശിഹ മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനായിരിക്കും. മെൽക്കീസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നീതിയുടെ രാജാവ് എന്നതാണ്. അവൻ സാലേം എന്ന ദേശത്തിന്റെ രാജാവാണ്. സാലേം എന്നാൽ ഹീബ്രു ഭാഷയിൽ സമാധാനം എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവൻ സമാധാനത്തിന്റെ രാജാവാണ്. ജെറുസലേം എന്ന സ്ഥലനാമത്തിന്റെ പഴയ പേരാണ് സാലേം. ഈ സാലേമാണ് പിന്നീട് ജെറുസലേമായി രൂപാന്തരപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അബ്രാഹത്തിന്റെ വംശ പരമ്പര ജെറുസലേമിൽ വാസമുറപ്പിക്കുന്നതിനേക്കാൾ മുമ്പ്, സോളമൻ രാജാവ് ജെറുസലേമിൽ കർത്താവിന് ആലയം പണിയുന്നതിനേക്കാളും മുമ്പ്, വർഷങ്ങൾ മുമ്പ് ജെറുസലേമിൽ അഥവാ സാലേമിൽ യാഹ്വയ്ക്ക് ഒരു ആലയം ഉണ്ടായിരുന്നു. ആ ആലയത്തിൽ യാഹ്വയ്ക്ക് ബലികൾ അർപ്പിക്കാൻ ഒരു പുരോഹിതനുണ്ടായിരുന്നു. ആ പുരോഹിതനാണ് മെൽക്കീസദേക്ക്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. യഹൂദ നിയമമനുസരിച്ച് പൗരോഹിത്യവും രാജ്യത്വവും ഒരു വ്യക്തിയിൽ വന്നു ചേരുക അസാധ്യമായ കാര്യമാണ്. ചരിത്രത്തിൽ 1-2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിയമപ്രകാരം അത് അസാധ്യമാണ്. പൗരോഹിത്യം അത് ലേവി ഗോത്രത്തിന് ഉള്ളതാണ്. രാജ്യത്വമാകട്ടെ യൂദാ ഗോത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ മെൽക്കീസദേക്കിന്റെ കാര്യത്തിൽ പുരോഹിതനും രാജാവും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് 110-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പ്രവചിച്ചത്: വരാൻ പോകുന്ന മിശിഹ ഒരേ സമയം രാജാവുമായിരിക്കും, ഒരേ സമയം പുരോഹിതനുമായിരിക്കും. ഹെബ്രായ ലേഖനം എഴുതിയ ഗ്രന്ഥകർത്താവ് 5-7 അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ശക്തമായൊരു നിഴലായി മെൽക്കീസദേക്കിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരേ സമയം രാജാവും ഒരേ സമയം പുരോഹിതനുമായ മിശിഹായുടെ പഴയ നിയമത്തിലെ ശക്തമായ നിഴലാണ് മെൽക്കീസദേക്ക്. മെൽക്കീസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നീതിയുടെ രാജാവ്. അവൻ സാലേമിന്റെ രാജാവായതിനാൽ അവൻ സമാധാനത്തിന്റെ രാജാവുമാണ്. നീതിയുടെ രാജാവായി ഒരേ മാത്രം, അത് യേശു ക്രിസ്തുവാണ്. സമാധാന രാജാവ് ഒരേ മാത്രം, അത് യേശു ക്രിസ്തുവാണ്. അബ്രാഹത്തിന് മുമ്പിൽ അപ്പവും വീഞ്ഞും മെൽക്കീസദേക്ക് വിളമ്പുന്നത് വലിയൊരു പ്രവചനമാണ്. ഭാവിയിൽ അബ്രാഹത്തിന്റെ വിശ്വാസ പൈതൃകത്തിൽ ജനിക്കാനിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്വർഗം വിളമ്പാൻ പോകുന്ന വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്, മുൻകൂട്ടിയുള്ള ആവിഷ്കാരമാണ് അബ്രാഹത്തിന് മുമ്പിൽ മെൽക്കീസദേക്ക് വിളമ്പുന്ന അപ്പവും വീഞ്ഞും. പൗരസ്ത്യ സഭാപിതാവായ മാർ അപ്രേം ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: അന്ത്യത്താഴ വേളയിൽ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് അപ്പവും വീഞ്ഞും വിളമ്പിയതിന്റെ മുന്നാവിഷ്കാരമാണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ മെൽക്കീസദേക്ക് അബ്രാഹത്തിന് മുമ്പിൽ വിളമ്പിയ അപ്പവും വീഞ്ഞും. വിശുദ്ധ ജെറോം ഇങ്ങനെ പറയുന്നുണ്ട്:
പഴയ നിയമകാലത്തിലെ ബലിയർപ്പണങ്ങളെല്ലാം അത് മൃഗത്തെ ഉപയോഗിച്ചുള്ള ബലികളായിരുന്നു. മൃഗബലിയായിരുന്നു എല്ലാ ബലിയർപ്പണങ്ങളും. എന്നാൽ ആ കാലയളവിലും അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് കർത്താവിന് ബലിയർപ്പിച്ചിരുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. ആ പുരോഹിതനാണ് മെൽക്കിസദേക്ക്. വരാനിരുന്ന ക്രിസ്തുവിന്റെ മുന്നാവിഷ്കാരമാണ് മെൽക്കിസദേക്ക്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ മെൽക്കിസദേക്കിന്റെ വംശാവലി രഹസ്യമായി മറച്ചു വച്ചിരിക്കുന്നതിന് പുറകിലെ കാരണം അവൻ ആരംഭവും അവസാനവുമില്ലാത്ത യേശു ക്രിസ്തുവിന്റെ നിഴലായതുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മെൽക്കിസദേക്ക് പ്രത്യക്ഷപ്പെടുന്നത് യാദൃശ്ചികമല്ല. അബ്രാഹത്തെയും അവന്റെ വംശ പരമ്പരകളെയും ഭാവിയിൽ വരാൻ പോകുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ യഥാർത്ഥ പുരോഹിതനായ മിശിഹായെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി വന്ന ക്രിസ്തുവിന്റെ നിഴലാണ് മെൽക്കിസദേക്ക്.